അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്, ചിരിക്കരുതേ. ഇവള് ഈ ഷൂട്ടിനിടയ്ക്ക് എന്നോട് പറയുന്നുണ്ടായിരുന്നു, ചേട്ടാ ഞാൻ ദുബായിൽ നിന്ന് മദ്യപിക്കും. എന്താ ഉറക്കം വരുന്നു. എനിക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട് മദ്യപിക്കൂ. എന്റെ മാനേജർമാരോട് അവര് വിളിച്ചപ്പോഴും അവള് പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? എപ്പ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടില്ല. മദ്യപിക്കും, ഞാൻ അടിക്കുന്ന മാജിക് മൂവ്മെന്റ്സ് ആണ്, ഞാൻ സിഗരറ്റ് വലിക്കും. ഞാൻ കഴിക്കാറുള്ള വോഡ്കയാണ്. അപ്പൊ അതായത് മാജിക് മൂവ്മെന്റ് ആണ് കഴിക്കാറുള്ളത്, വല്ലപ്പോഴും കഴിക്കാറുണ്ട്. അപ്പൊ അതിന് ഏറ്റവും നല്ല ടച്ചിങ്സിന് കപ്പ, മീൻകറി അങ്ങനെ അടിക്കുക. അതാണ് അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. മദ്യപിക്കും, ഞാൻ അടിക്കുന്ന മാജിക് മൂവ്മെന്റ്സ് ആണ്, ഞാൻ സിഗരറ്റ് വലിക്കും. തങ്കക്കുടവേ, നമ്മൾ ഈ നാണം കെടുത്തല്ലോ. തനക്ക് നാണം ഉണ്ടായിട്ട് വേണ്ടടോ നാണം കെടാൻ. മദ്യപിക്കും, ഞാൻ അടിക്കുന്ന മാജിക് മൂവ്മെന്റ്സ് ആണ്, ഞാൻ സിഗരറ്റ് വലിക്കും. മനോഹരം, ഗംഭീരം. അനന്തേട്ടാ, അളിയന്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ഒരുപാട് തത്വങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. ഞാൻ സിഗരറ്റ് വലിക്കും. ജിമ്മിൽ പോവാൻ ഇപ്പൊ കുറച്ചു കാലം ആയതിനു ശേഷം ഞാൻ സിഗരറ്റ് വലി നിർത്തിയതാണ്. പിന്നെ എനിക്ക് ഒരു 5 കിങ്ങും ഒരു മറ്റേ ഇതും മാജിക് മൂവ്മെന്റ്സും. കയ്യിന്ന് പോയടാ ചാർലി. ഞാൻ ഏകദേശം ഒരു 8-9 വർഷമായിട്ട് മദ്യപാനം നിർത്തിയതാണ്. കിങ് എന്ന് പറഞ്ഞ സിഗരറ്റിന്റെ പേരാണ്. 500 സാധനം വാങ്ങി, 2 ബിയർ വാങ്ങി, 5 കിങ്ങും വാങ്ങി. ആർക്ക് ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം. ഇതിൽ അഭിനയിക്കാൻ, എന്റെ ഇതിൽ അഭിനയിക്കാനുള്ള കുട്ടി ആവശ്യപ്പെട്ടതിന്റെ പേരിൽ ഞാൻ അവക്ക് കൊടുക്കാന്ന് പറയും. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടിക്കൂട്ടുകാരൻ, പിന്നെ ഒരു തോൽവി അയൽക്കാരനും. പക്ഷെ ഷൂട്ട് കഴിഞ്ഞടിക്കാൻ, അങ്ങനെ തന്നെ എന്നോടും പറഞ്ഞത്, ഷൂട്ട് കഴിഞ്ഞടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെയാ പറഞ്ഞത്. അപ്പന എന്നാണോ പടി? പാട്ട് പോടുறான், நான் சொன்னேன்ல போடுற பாட்டு. ഞാൻ കേട്ടില്ല. കേട്ടാലും അങ്ങനെ വിളിച്ച് പറയണല്ലോ. ഈ ഡ്രസ് എല്ലാം അവിടെ കൊണ്ട് തരാന്നാണ്, വീട്ടിൽ കൊണ്ട് തരാന്നാ പറഞ്ഞത്. അത് തന്നോ? ഇല്ല. ഇവിടെ വന്നപ്പോഴല്ലേ പാർട്ടിയിൽ ഞാനിത് പാർട്ടിയിൽ ഡാൻസ് കളിച്ചൊക്കെ കംഫർട്ടബിൾ ആണ്. ഇവിടെ വന്നപ്പോഴാണോ സീൻ പറഞ്ഞത് ചേട്ടൻ? ഇപ്പോഴാണോ സീൻ പറഞ്ഞത്? ഇപ്പോഴാണോ ചേട്ടൻ സീൻ പറഞ്ഞത്? കള്ളമല്ലേ പറഞ്ഞു? ഞാൻ കേട്ടതെല്ലാം കംഫർട്ടബിൾ ആണ്. ഇവിടെ ഷോപ്പ് കാണിക്കണം, അതിന്റെ ആവശ്യമുണ്ടോ എനിക്ക്? നീ ആരടാ എന്നോട് എതിർക്കാൻ? ഇങ്ങോട്ട് ഇറങ്ങി വാടാ എടപ്പാളി. അതെ സാറേ, ഞങ്ങള് വഴക്കാം. തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. ഞാൻ മാറിടം കാണിച്ചു, വയറ് കാണിച്ചു, പൊക്കിള് കാണിച്ചു, വട കാണിച്ച് ജീവിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യണം. ഓരോ ഞാൻ പറയുന്നത്, ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും ഇതേപോലുള്ള വൃത്തികെട്ട ചിന്താഗതികൾ ഉള്ളവർ തന്നെയാണ്. അതൊരു മാറ്റമില്ല. ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്.